8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്താന്ന് പറഞ്ഞു തരട്ടെ. ഈ വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്ക് ബേസിക് സയൻസ് എക്സാം ആയിരിക്കും. കാരണം എന്താണ്, സംഭവം ശരിയാ, കെമിസ്ട്രി എക്സാം വെറും 20 മാർക്കിനേ ഉള്ളൂ. എന്നാൽ ബേസിക് സയൻസ് എക്സാം നടത്തുന്നത് എങ്ങനെയാണ്? 3 സബ്ജക്റ്റുകൾ ഒന്നിച്ചിട്ടാണ്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇത് 3 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് 20, 20, 20 മൊത്തം 60 മാർക്കിന്റെ എക്സാം ആണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. ഈ 3 സബ്ജക്റ്റിലും എൻറ്റയർലി ഡിഫറെന്റ് സബ്ജക്ട്സ് ആണല്ലേ. അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കൂടാ അത്? ഇനി നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സാമിന് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് 3 ആഴ്ച മാത്രമേ ഉള്ളൂ. ഈ 3 ആഴ്ച കൊണ്ട് ബേസിക് സയൻസ് പോട്ടെ എത്ര സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഓരോരോ സബ്ജക്ട്സിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ എക്സാമിന് ഫേസ് ചെയ്യണമെന്നും നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയണേ, ഈ കെമിസ്ട്രിയിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്കുള്ളത്. ആ ചാപ്റ്റേഴ്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ പോരാ. അത് അറിഞ്ഞു വെച്ചതുകൊണ്ട് എന്താ കാര്യം? എത്ര പഠിക്കാനുണ്ടാവും? നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ത് പഠിക്കണം, എക്സാമിന് എന്താണ് നിർബന്ധമായിട്ടും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, 100% ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യം അത് പഠിച്ചു തീർക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോവുക. അതിപ്പോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഒരു ഉദാഹരണം, നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. ഈ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടേഴ്സ്, എക്സാമ്പിൾസ്, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്, മൂവ്മെന്റ് പോസിബിൾ ആണോ, ഫ്രീഡം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കണം. ഇനിയിപ്പോ രണ്ടാമത് പഠിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ എക്സാമ്പിൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ട് അത് ഏത് ചേഞ്ച് ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. തെർമോകെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഏതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഈ റിയാക്ഷൻസിൽ എന്താ പഠിക്കേണ്ടത്? ഡെഫിനിഷൻ പഠിച്ചാൽ മതിയോ? ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. പഠിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്, ഡെഫിനിഷൻ പഠിക്കണം. അതിലുപരി ഈ പറയുന്ന ഓരോന്നിലും ഏതൊക്കെ എക്സ്പെരിമെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആ എക്സ്പെരിമെന്റിൽ എന്തെല്ലാം ഒബ്സർവേഷൻസ് ആണ് ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഡയറക്റ്റ് നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കും? എക്സ്പെരിമെന്റ് നമുക്ക് തന്നു ചോദിക്കും. അതായത് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു തന്നെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം ഇത് മാത്രം പഠിക്കുക, ഇത് തന്നെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. കാരണം എക്സാമിന് വേണ്ട കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പല ആളുകളും ഇപ്പോഴും കൺഫ്യൂഷനിലിരിക്കുക, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇനി പഠിക്കണോന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് പറയടാ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചു നോക്കിക്കേ, എക്സാം നിങ്ങൾക്ക് ആ ടൈം പീരീഡിൽ എഴുതി തീർക്കാനും 3 സബ്ജക്റ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും കേട്ടോ. എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. സ്വാഭാവികമായിട്ടും പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്നും എലമെന്റ്സ് എന്താണെന്നും കോമ്പൗണ്ട്സ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി നിങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് എലമെന്റുകളും അവരുടെ എന്താ പറയാ സിമ്പിൾസും പഠിക്കാനുണ്ട് അല്ലെ. ആ എലമെന്റുകളുടെ സിമ്പിൾസ് എന്തുകൊണ്ടാണ്, ഇപ്പൊ സോഡിയം എന്തുകൊണ്ടാണ് എന്നെ വന്നത്? ഇറ്റ് ഈസ് ഫ്രം ദ ലാറ്റിൻ നെയിം. അങ്ങനെ കുറച്ച് എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എലമെന്റ്സുകൾ നമ്മൾ എടുത്തു പഠിക്കാനുണ്ട്. ഇത് പഠിക്കണം. അതേപോലെ തന്നെ സയന്റിസ്റ്റുകളുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ, കോണ്ടിനെന്റിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചില എലമെന്റ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റ് ധാരണ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെയാണ് കേട്ടോ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ പല സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെവോസിയർ ക്ലാസിഫിക്കേഷൻ, ജോബറീനിയർ ക്ലാസിഫിക്കേഷൻ, ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്, അതേപോലെ തന്നെ മെന്റലീവ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ് പീരിയോഡിക് ടേബിൾ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. മക്കളെ അത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാം ഹാളിലേക്ക് പോകരുത് കേട്ടോ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടും ഈ സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തൊരു എക്സാമിന് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് പോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്.
കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താനും മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താനും ചോദിക്കും. ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ. കാരണം എന്താ അറിയോ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടും നിർബന്ധമായിട്ടും പഠിക്കേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോരോ ടോപ്പിക്സും. ഞാൻ എടുത്തു പറയുന്നു, ഇത് പഠിച്ച് നിങ്ങൾ എക്സാം ഹാളിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടി എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന ഓരോരോ ടോപ്പിക്സും. അത് പഠിച്ചിട്ട് മാത്രം എക്സാം ഹാളിൽ പോവാൻ നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, പിന്നെ ഉള്ളത് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് എഴുതാനുണ്ടായിരുന്നു. ആ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനും കൂടി പഠിക്കുക കേട്ടോ. ബാലൻസ് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഏതെങ്കിലും വീഡിയോസ് എനിക്കിപ്പം ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് അറിയത്തില്ല, ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാനലിനകത്ത് ടീച്ചർ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഞാൻ എടുത്തു പറയാണ്, ഓണം എക്സാം ആണ്, നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. നല്ല മാർക്കോട് കൂടി പാസ് ആവണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.